ഹായ്. അപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. കോട്ടയം മണ്ഡലത്തിലാണ് നമ്മൾ. സഖാവ് കെ അനിൽകുമാറിനോടൊപ്പമാണ്. അനിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറണം കോട്ടയം എന്ന ഒരു മുദ്രാവാക്യവുമായി ഒരുപാട് വാഗ്ദാനങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. അതിൻ്റെയൊക്കെ അതൊക്കെ എങ്ങനെയാണ് നടത്താൻ പോകുന്നത്, എന്തൊക്കെയാണ് അനിലിൻ്റെ സ്വപ്നങ്ങൾ, ഇതൊക്കെ കൂടുതലായി അറിയാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഇലക്ഷൻ്റെ ഏതാണ്ട് അവസാന ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് പൊതുവെ എല്ലായിടത്തും പ്രചരണമൊക്കെ നടത്തിയിട്ട്? നല്ല ഒരു ആത്മവിശ്വാസമാണ്. ഇപ്പം 4 റൗണ്ട് മണ്ഡലമെമ്പാടും കറങ്ങാനായി. ഇത്തവണ പൊതുവിൽ സർക്കാരിനെ കുറിച്ച് നല്ല മതിപ്പാണ്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ തന്നെ വീണ്ടും അധികാരത്തിൽ വരും. ഏതാണ്ട് എല്ലാ ജനവിഭാഗങ്ങളും ഒരു തുടർച്ച ആഗ്രഹിക്കുന്നു. അതിൽ ബേസിക്കായ കാര്യം ആളുകൾക്ക് നീതി കൊടുക്കുക എന്നതിൽ സർക്കാർ കൂടുതൽ ശ്രദ്ധ ഊന്നി. അതിൽ വ്യക്തികൾ, അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ, സംഘടനകൾ അമിതമായ ഏതെങ്കിലും അവകാശവാദമല്ല. അവർക്കെന്താണോ അവരുടെ ഗ്രീവൻസ് അത് കേൾക്കുന്ന ഒരു ഗവൺമെൻറ്റായി മാറി. അതുകൊണ്ട് ഓരോരുത്തരോടും സംവദിച്ച് അത് കേട്ട് അവർ ആഗ്രഹിക്കുന്ന പരിഹാരത്തിലേക്ക് എത്താനായി, അല്ലെങ്കിൽ അതിന് ശ്രമിക്കുന്നൊരു സർക്കാരായി അവർക്ക് ബോധ്യങ്ങളുണ്ടായി. അതിൻ്റെ ഒരു ഫീലിംഗാണ് പൊതുവിൽ കണ്ടത്. പിന്നെ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നവരെ ചേർത്ത് നിർത്തുന്നു എന്നൊരു മനോഭാവം അവർക്കിടയിലുണ്ടായി. അതിൻ്റെ ഒരു തുടർച്ച വേണമെന്ന അവരുടെ ആഗ്രഹമാണ്. അതുകൊണ്ട് സർക്കാരിൻ്റെ നിലനിൽപ്പ് സർക്കാരിൻ്റെ അല്ല, ജനങ്ങളുടെ ആഗ്രഹമായി തീരുന്ന ഒരു അനുഭൂതിയാണ് ഇപ്പം പര്യടനത്തിൽ കണ്ടത്. രാഷ്ട്രീയത്തിനപ്പുറം അനിൽ, ഞാൻ ഉൾപ്പെടെ ഇവിടെ ഒരുപാട് പേരുടെ സുഹൃത്താകുന്നത് അനിലിൻ്റെ ഒരുപാട് പ്രത്യേകതകളോട്ടാണ്. ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ള കാര്യമാണ് അനിലിൻ്റെ ടൈം മാനേജ്മെൻറ്റ്. അതൊരു ഇവിടെ നമുക്ക് ജയിച്ച് വരുമ്പോഴും ഞങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആകേണ്ട കാര്യമാണ്. ഹൗ യു മാനേജ്? എവിടെ നോക്കിയാലും അനിലുണ്ട്. അതെങ്ങനെ സാധിക്കുന്നത്? ഒന്ന്, ബന്ധങ്ങളെ സൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ചിലപ്പോൾ അധിക സമയം ചെലവഴിക്കാനുണ്ടാവില്ല, പക്ഷേ അവിടെ എത്തിയിരിക്കുക എന്ന് പറയുന്നൊരു നിഷ്ഠയാണ്. നമ്മളൊരു ആവശ്യങ്ങൾ വന്നാൽ അവിടെ എന്താണോ വേണ്ടത് അതിൽ ഒരിടപെടൽ നടത്താൻ ശ്രമിക്കുക. അപ്പം അത് പരമാവധി നീതി പുലർത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി എത്തിപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ അനിൽ, ഇതെല്ലാവർക്കും സഖാവ് നായനാരുടെ ഡയറി ലോക പ്രശസ്തമായിരുന്നു, അതിൽ എഴുതിയിടുക എന്നുള്ളത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അനിൽ അങ്ങനെയാണോ? എല്ലാ കാര്യങ്ങളും ഓർക്കുന്ന 6:30 കഥകളിയുണ്ട്, 7 മണിക്ക് കല്യാണമുണ്ട്. അല്ല, ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. 8:30 ആകുമ്പോൾ വേറെ അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ ഒരു മനുഷ്യനല്ലേ മറന്നുപോയില്ലേ? അല്ലല്ല, അത് ഒരിക്കലും കൈകൊണ്ട് ഞാൻ എഴുതിയൊരു പേപ്പറിൽ എഴുതി വയ്ക്കും. ആ എഴുതി വെക്കുന്നതിനകത്തെല്ലാം കാണും. അതെനിക്ക് മാത്രം വായിക്കാവുന്നൊരു കുറിപ്പടിയാണ്. അത് വായിച്ച് ആ സമയത്ത് എത്തുക എന്നുള്ളത് ശ്രദ്ധിക്കും. അനിൽ മാത്രം വായിക്കാവുന്ന മറ്റു ചില കുറിപ്പടികളും കൂടി ഉണ്ടായിരിക്കാം. കാരണം കോട്ടയത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കെ അനിൽകുമാർ എന്ന സഖാവിൻ്റെ യാതൊരു അത്യാവശ്യത്തിലും പെട്ട കാര്യമായിരുന്നില്ല. പക്ഷേ അധികാരം ഇല്ലാതെ തന്നെ ജനങ്ങളെ കൂടെ നിർത്തി ഇത്രയേറെ നേട്ടങ്ങൾ ഇതിനോടൊക്കെ കൈവരിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. 5000-ലേറെ തരിശ് സ്ഥലത്ത് കൃഷി ഇറക്കുക, ഇതൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് യാദൃശ്ചികമായിട്ടുണ്ടായതാണ്. ഞങ്ങൾ ഈ വരട്ടാർ പുനരുജ്ജീവനത്തോടുകൂടി അതിൻ്റെ ഭാഗമായി കോട്ടയത്തെ പുഴകൾ തെളിക്കുക. അത് CMS കോളേജിലെ എൻ്റെ അധ്യാപകനായ ഡോക്ടർ ജേക്കബ് ജോർജ് സാറാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ നദിയും തെളിക്കുന്ന പ്രവർത്തനത്തിന് വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതുകൊണ്ട് ഡോക്ടർ തോമസ് ഐസക്കിനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പുഴയിലേക്ക് ഇറക്കാൻ പറഞ്ഞു. അവരുടെ പുഴ നടത്തം നടത്തി. അങ്ങനെ ഞങ്ങൾ പുഴ നടത്തി അങ്ങനെ ഞങ്ങൾ ശ്രമിച്ച ഘട്ടത്തിലാണ് മനസ്സിലായത് ഉറവ് മുതൽ പതനസ്ഥാനം വരെ ഇത് പിടിച്ചാലേ ഈ കാര്യം നടക്കും. 2, ഈ പുഴകൾ തോടുകളൊക്കെ നിലനിന്നിരുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. കൃഷി നടത്തിയാൽ പുഴ വരും തിരിച്ച്. അതുകൊണ്ട് കൃഷി കൊണ്ടുവരുന്നതിലെ പുഴ തിരിച്ചു വരുമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കോട്ടയത്ത് 3000 കിലോമീറ്റർ തോടുകളാണ് 3 നദികളുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത്. ആ തോടുകൾ വീണ്ടെടുക്കാനുള്ള പരിശ്രമത്തിൽ 1650 കിലോമീറ്റർ തോടുകൾ തെളിച്ചെടുത്തു. ആ തെളിച്ചെടുത്തപ്പം 1550 ഏക്കർ സ്ഥലങ്ങളിൽ കൃഷി വന്നു. അല്ലെങ്കിൽ കൃഷിക്കായി തോടുകൾ തെളിച്ചപ്പോൾ കൃഷി വന്നു. ഇത് പരസ്പര ബന്ധിതമാണ്. അതിൽ നിന്നും ഞങ്ങൾ മറ്റൊരു ആശയം ഉൾക്കൊണ്ടു. ഈ തോട് തെളിച്ചാൽ മാത്രം പറ്റില്ല, അതിന് ഉടമസ്ഥന്മാർ വേണം. അപ്പോൾ ഒരു വള്ളം അവിടെ ഉണ്ടെങ്കിൽ ആ വള്ളം പോകുന്ന തോടാണെങ്കിൽ വള്ളം എന്നുള്ളതിൻ്റെ ഉടമസ്ഥതയാണ്. അപ്പോൾ വള്ളങ്ങളുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ ടൂറിസത്തിലേക്ക് പോയി. അതാണ് ആമ്പലുകൾക്കിടയിലേക്ക് പോയി ആമ്പൽ വസന്തമായി. ഇതൊക്കെ തുടക്കത്തിൽ ചിന്തിച്ചതല്ല, ആവശ്യകതയിൽ നിന്നും ഓരോന്നോരോന്ന് ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ആ പുഴ ഒഴുകുന്ന പോലെ ഞങ്ങൾ ഒഴുകി. പക്ഷെ മലരിക്കൽ ഇപ്പോൾ ഈ പറഞ്ഞാൽ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് തന്നെ അനിലിനെ എടുത്തു കാണിക്കാവുന്ന ഒരു നേട്ടമായിട്ടുണ്ട്.
ഈ ടൂറിസത്തിൻ്റെ ആവശ്യകത നമ്മുടെ കോട്ടയത്തിന് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കോട്ടയംകാർ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയമാണ്. ഒരു കുമരകം ഉണ്ടല്ലോ, മതി എന്നുള്ള മട്ടിലാണ്. അത് കുമരകം തന്നെ നമ്മൾ കോട്ടയത്ത് എത്ര പേര് നേരിട്ട് കണ്ടിട്ടുണ്ടെന്നല്ല, പക്ഷെ മലരിക്കൽ എല്ലാവരും കാണുന്നുമുണ്ട്. അപ്പോൾ ഒരു വരേണ്യവർഗത്തിൻ്റെ കുമരകത്തിനെ മാറ്റിയിട്ട് സാധാരണക്കാരൻ്റെ കുമരകവും സാധാരണക്കാരൻ്റെ കോട്ടയം ടൂറിസവും ആക്കുക എന്ന ആശയം എങ്ങനെയുണ്ടായി? ഈ കുമരകം എന്ന് പറയുന്നത് ഒരു പഞ്ചായത്ത് മാത്രമായിട്ട് കണക്കാക്കൂടാ. ആർപ്പൂക്കര, ഐമനം, തിരുവാർപ്പ ഉൾപ്പെടുന്ന ഒരു പ്രദേശം തന്നെ ഇതിൻ്റെ ഭാഗമാണ്. നിർഭാഗ്യവശാൽ സംഭവിച്ചൊരു കാര്യം, കുമരകം ഏതാണ്ട് ഈ കായലിൻ്റെ എല്ലാ മുഖാരങ്ങളും അല്ലെങ്കിൽ കായലിൻ്റെ എല്ലാ ആ ഭാഗങ്ങളും സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്. തിരുവാർപ്പിൽ ഞങ്ങൾ പഴുക്കാനിലയെ ഡെവലപ്പ് ചെയ്ത വികസനത്തിൻ്റെ ഭാഗം അതല്ല. അവിടെ ഹോം സ്റ്റേകൾ ഉണ്ടാകണം, നദീശ്വർക്ക് വരുമാനം ഉണ്ടാകണം, വള്ളങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് വരുമാനം ഉണ്ടാകണം. ഈ നിലയിലാണ് ഞങ്ങളത് ഫോക്കസ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് തികച്ചും തദ്ദേശീയ ഓണർഷിപ്പുള്ള ഒരു ടൂറിസമായിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യാനായി 5 കോടി രൂപയാണ് 100 ദിവസം കൊണ്ട് 250 വള്ളക്കാർക്ക് വരുമാനം കിട്ടുന്നത്. ഞങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ വള്ളങ്ങളും മറ്റു വള്ളങ്ങളുടെ ലഭ്യമാണ് അവയും കോട്ടയം നഗരത്തിലെ പുഴകളിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കോട്ടയം നഗരത്തിലെ പുഴകൾ ഇപ്പോൾ തെളിച്ചു കഴിഞ്ഞു, ഇനി അതിലേക്ക് കൊണ്ടുവരിക. ഇതിൻ്റെ പതനസ്ഥാനമുണ്ട്, അത് പഴുക്കാനില കായലാണ്. അത് നമ്മുടെ ദേശീയ ജലപാതയായിട്ട് ബന്ധപ്പെടുത്തണമെങ്കിൽ നല്ലൊരു തുരുത്ത് അവിടെയുണ്ട്. ആ തുരുത്ത് കുത്തിയെടുത്തിട്ട് ഒരു 17.5 കിലോമീറ്റർ റോഡ്, ബണ്ട് റോഡുകൾ കായലോടത്തോടെ ഉണ്ടാകും. അതിനാണ് ഇപ്പോൾ 103 കോടി രൂപയുടെ കിബി പദ്ധതി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കം ഇല്ലാതാവും, ഏറ്റവും വലിയ ടൂറിസം കേന്ദ്രം ഇവിടെ ഡെവലപ്പ് ചെയ്യും, നാട്ടുകാർക്ക് വരുമാനമുള്ള, വള്ളക്കാർക്ക് 100 ദിവസം എല്ലാ ദിവസവും വരുമാനമുള്ളൊരു പദ്ധതിയായി മാറും. ഇങ്ങനെ പലവിധ ഗുണങ്ങളുണ്ട്. അതാണ് ആ പദ്ധതിയുടെ ഈ പ്രത്യേകത. മലരിക്കൽ പോലെ തന്നെ ഒരു വസന്തം ഈ പനച്ചിക്കാട് വില്ലേജിലുള്ളതല്ലേ, അത് ഇതുവരെ ആരും അത്ര ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഇതേപോലെ തന്നെ വിശാലമായിട്ട് അവിടെ ഉണ്ടല്ലോ. സൈമിൾട്ടേനിയസ് ആണ്. ഞങ്ങൾ ഈ പനച്ചിക്കാട് ആമ്പാട്ടുകട ആമ്പൽ വസന്തം ഞങ്ങൾ തന്നെ പോയി അവിടെ ഡോക്ടർ സുധീർ ബാബു IAS കളക്ടർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തതാണ് ആമ്പൽ വസന്തം. അത് കഴിഞ്ഞ് അവിടെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിലും പിന്നീട് അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പിന്തുണയൊന്നും കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോൾ കുറച്ചത് പുറകോട്ട് പോകുന്നുണ്ടായി. അത് നേതൃത്വം കൊടുത്തിരുന്ന ശ്രീ ഗോപാലകൃഷ്ണൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ഇനിയിപ്പോൾ വീണ്ടും അവിടുത്തെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം LDFനാണ്. അവരിപ്പോൾ വളരെ താല്പര്യപ്പെട്ട് തൊട്ടപ്പുറത്ത് പടിയറക്കടവ് ജല ടൂറിസം പദ്ധതിയുണ്ട്, ഉല്ലാസതീരം, പാതിയപ്പള്ളിക്കടവ് ഒരു പദ്ധതിയുണ്ട്, ഇത് അമ്പാട്ടുകടവ്. ഈ 3 കൂടെ ക്ലബ് ചെയ്യാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അവിടെയുള്ളത്. മാത്രമല്ല പുതിയൊരു സാധ്യത ഇവിടെ വന്നു. ഇത് അക്ഷര നഗരമാണ്, മറ്റത് അക്ഷര ഗ്രാമമാണ്. അവരിപ്പോൾ ക്ഷേത്രംകാരൊരു ടവറൊക്കെ നിർമ്മിക്കണം, അക്ഷര ടവർ നിർമ്മിക്കാൻ താല്പര്യമുണ്ട്. 10-15 ഏക്കർ സ്ഥലം അതിന് മാർക്ക് ചെയ്തു. അപ്പോൾ സർക്കാർ സഹായം കൊടുത്താൽ അവർ ടവർ ഉണ്ടാക്കുമ്പോൾ ലോകത്ത് 1.25 ലക്ഷം അക്ഷരങ്ങൾ, ലിപികൾ അവിടെ ശേഖരിക്കും. ഇത് അക്ഷര മ്യൂസിയം നാട്ടകത്തുണ്ട്. ഒരു ഉദാഹരണം പറയാം, കോട്ടയത്തെ പോലെ ഐതിഹ്യങ്ങൾ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ നമ്മളൊരു ഐതിഹ്യ ഗ്രാമം പദ്ധതി, അപ്പോൾ നിങ്ങൾ ഐതിഹ്യ ഗ്രാമം വെബ്സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ റൂട്ട് വരുന്നവർ അവിടെ ഇറങ്ങി ഐതിഹ്യം കേട്ടിട്ട് പൊക്കോളും. ഒരു 100 പേർക്ക് പണിയാവും. ഐതിഹ്യ ഗ്രാമം. അപ്പം അവിടെ ഐതിഹ്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലെ ട്യൂഷൻ സെൻറ്റർ പോലെ അവരുണ്ടാക്കുക. ഐതിഹ്യം കേട്ടിട്ട് അവരവരുടെ വഴിക്ക് പോകും, എല്ലാവർക്കും ചായ കുടിക്കും, കുറേ പേർക്ക് ഓട്ടോറിക്ഷയിൽ ഓട്ടം കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നാടിനെ കൊണ്ടുപോകേണ്ടത്. ഇതാണ് കാഴ്ചപ്പാട്. അല്ല, 100 പേർക്ക് തൊഴിൽ കിട്ടും എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. കോട്ടയത്ത് താമസിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരാളായിട്ട് പോലും പലപ്പോഴും കോട്ടയത്തിന് പുറത്തോട്ട് പോകേണ്ടി വരുന്നത്, ഒന്ന് തൊഴിൽ സാധ്യതകളുടെ കുറവ്, അത് ഒരു പ്രായത്തിൽ. അതിനുശേഷം പ്രായമായപ്പോൾ അനിൽ ചിലപ്പോൾ എന്നോട് തർക്കിക്കും, കോട്ടയം മെഡിക്കൽ കോളേജ് ഇല്ലേ എന്ന് ചോദിച്ചു. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് എല്ലാവർക്കും ഒരു ഉത്തരവാകുന്നില്ല. അത്രയേറെ നല്ല ഒരു ഫിസിക്കൽ ഹെൽത്ത് എൻഷുർ ചെയ്യാനുള്ള സ്ഥാപനങ്ങളുടെ അപര്യാപ്തത. പിന്നെ വയസ്സൊക്കെ ആയി ഒന്ന് സമാധാനമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ ഈ പറയുന്ന എല്ലാ നിലം പദ്ധതികളുണ്ടെങ്കിലും അടുത്തുള്ള ഈവൻ കൊച്ചി വിട്ടോളൂ, മെട്രോ സിറ്റിയാണ്, തൃശ്ശൂർ ചെയ്യുന്നത് പോലെ ഒന്നും ഒരു കാര്യം കോട്ടയത്തേക്ക് വരുന്നേ ഇല്ല. മുരടിച്ച് നിൽക്കുകയാണ് എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ ഏതൊക്കെ മേഖലയിലാണ് മുരടിപ്പ്? നമുക്കിവിടെ സ്വകാര്യ സംരംഭങ്ങൾ ധാരാളമുണ്ട്. അതെല്ലാം വെള്ളം കയറാത്ത അറകൾ നിർത്താതെ ഇത്തരം കേന്ദ്രങ്ങളെ യോജിപ്പിച്ച പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങൾ ലഭ്യമാണ്, ആശയങ്ങൾ ലഭ്യമാണ്. അത് കൂട്ടിച്ചേർക്കാനുള്ള ഒരു സംഘാടനമാണ് പ്രശ്നം. ജനകീയ കൂട്ടായ്മയുടെ പ്രത്യേകത അതാണ്. വ്യത്യസ്ത രാഷ്ട്രീയക്കാരതിലുണ്ട്, വിഭാഗങ്ങളുണ്ട്, സഹകരിച്ചവരുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹകരിച്ച ഒരാളാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ കണ്ടത്തിൽ കൃഷിയില്ലായിരുന്നു, 25 കൊല്ലമായി. ഞാൻ ചെന്നൊരു ദിവസം അദ്ദേഹത്തോട് പറഞ്ഞു, സാറേ പുതുപ്പള്ളി പള്ളിയുടെ മുമ്പിലെ കണ്ട അങ്ങേടാണ്, നമുക്ക് ഈ പള്ളിയുടെ മുറ്റം മനോഹരമാക്കണമെങ്കിൽ ഇവിടെ കൃഷി കൊണ്ടുവരണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലേ ചെയ്തു.
അല്ല, ജോയിയോട് പറഞ്ഞത്, ജോയി അവിടുത്തെ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സംഘടന കോൺഗ്രസ് നേതാവാണ്. ഞാൻ ജോയിച്ചാനെ ചെന്ന് കണ്ട പറഞ്ഞു, ഉമ്മൻചാണ്ടി സാർ പറഞ്ഞതല്ലേ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു, നഷ്ടമാണെങ്കിലും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മയ്ക്ക് അവിടെ കൃഷി നടക്കുക, പുതുപ്പള്ളി പള്ളിയുടെ ചുറ്റും കൃഷിയാണ്. ഇങ്ങനെയാണ് അദ്ദേഹം സഹകരിച്ചത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിനതീതമായി ഈ കാര്യങ്ങൾ താല്പര്യമുള്ളവരാണ് ജനങ്ങൾ, രാഷ്ട്രീയ നേതാക്കളും. അപ്പം അതുകൊണ്ട് തന്നെ കൂട്ടിച്ചേർക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. ആശയങ്ങൾ ഇത്തരം രൂപത്തിൽ കൂട്ടിച്ചേർത്താൽ നമുക്ക് അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അത് സാധ്യമാണെന്ന വിശ്വാസം എനിക്കുള്ളത്. അനിൽ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാവരോടും സഹകരിക്കുന്നതാണെന്ന് പറഞ്ഞു. പക്ഷേ കോട്ടയത്തിന് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എപ്പോഴും ഇവിടെ താമസിക്കുന്നവരെക്കാൾ വെളിയിൽ നിന്ന് പെട്ടെന്ന് വരുമ്പോഴാണ് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അതേ കടകളുടെ പെയിൻറ് മാറിയിട്ടുണ്ടെന്നല്ലാതെ കോട്ടയം നഗരത്തിന് ഒരു വ്യത്യാസവും ഞാൻ കാണുന്നില്ല. കുറച്ചുകൂടി ഇടുങ്ങിയോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അത് നമ്മൾ കേന്ദ്രഭരണത്തിന് പറയും കേരളത്തിൽ നിന്ന് MP-മാരൊന്നും ഇല്ലാത്തത് കൊണ്ട് കേരളത്തെ തഴഞ്ഞിട്ടിരിക്കുകയെന്ന്. അതുപോലെ ഒരു തഴച്ചിലാണോ കോട്ടയം അനുഭവിച്ചത്? കോട്ടയം മെഡിക്കൽ കോളേജിന് 1250 കോടി രൂപയുടെ പദ്ധതിയാണ് ഇപ്പോൾ ഗവൺമെൻറ് കൊടുത്തത്. കോട്ടയം ജില്ലാ ആശുപത്രിക്ക് 219 കോടിയാണ് കിബി മാറ്റിവെച്ചത്. പക്ഷെ കിബിയുടെ പദ്ധതി 10 നില കെട്ടിടം, 14 ഓപ്പറേഷൻ തിയേറ്റർ. കോട്ടയത്ത് 16 ഓപ്പറേഷൻ തിയേറ്ററേ ഉള്ളൂ. മെഡിക്കൽ കോളേജിൽ ഒരു വ്യത്യാസം കാണിച്ചില്ല. പക്ഷെ അവിടെ ഒരു മണ്ണെടുപ്പിൻ്റെ വിഷയം വന്നപ്പം ഒരു വിഷയമില്ല. മണ്ണ് ആലപ്പുഴ കൊണ്ടുപോയി അവിടുത്തെ ഇൻകലുകാരവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഒരു ആശുപത്രിക്ക് കെട്ടിടം വെക്കാൻ കൊണ്ടുപോകണം. അത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് MLA വഴക്കുണ്ടാക്കി. ആ വഴക്ക് 3 കൊല്ലം തുടർന്നു. അവസാനം കെട്ടിടം ഒരു നില ഇപ്പോൾ തീർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞ മിനിറ്റ്സ് അവിടെ കിടപ്പുണ്ട്. എന്തായി നടക്കണമെന്നില്ല നിങ്ങൾക്ക് അറിയാവുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സങ്കുചിതമായൊന്നും കാണുന്നത്. ഞങ്ങൾ ഈ പുഴയിലെ ചെളി എടുത്തുകൊണ്ട് പോയി റബ്ബർ ലിമിറ്റഡിനും ഭൂമി പൊക്കി കൊടുത്തു. മീനച്ചിലാറ്റിൽ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ തുരുത്തുകൾ എടുത്ത് മാറ്റിയിട്ട് ലോറി അത് കയറ്റിക്കൊണ്ടുപോയി വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയുടെ അവിടെ റബ്ബർ ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം ഉണ്ടാക്കാൻ മണ്ണ് കൊണ്ട് കൊടുത്തപ്പോൾ അവർ മണ്ണ് കൊണ്ടുപോയി. അതോട് അത് കെട്ടിടത്തോട് ഉയർന്നു. ഇത് പരസ്പര ബന്ധിതമാണ്. പുഴയിൽ ചെളി ഉണ്ടെങ്കിൽ മണ്ണുണ്ടെങ്കിൽ അത് വേറെ സ്ഥലത്ത് കൊണ്ടിറക്കുക. അപ്പോൾ അതും നടക്കും ഇതും നടക്കും. ഇങ്ങനെ ബന്ധിപ്പിച്ചതാണ് ഞങ്ങളുടെ വിജയം. ഇതുവരെ ഞാൻ പറഞ്ഞതുപോലെ അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ഭയപ്പെടാനും ഉണ്ടായിരുന്നില്ല. വോട്ട് ബാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് വികസനം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ വോട്ട് അവിടെ കിടക്കട്ടെ എന്ന് ചിന്തിക്കേണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാഴ്ചപ്പാടിലല്ല എന്താ കാണുന്നത്? ഇത് നമ്മുടെ കോമൺ ഗുഡ് എന്നൊരു ഭാഗമുണ്ട്. അത് നമ്മൾ നിയമത്തിൽ പഠിക്കുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ തീരുമാനം എടുക്കുമ്പോൾ ഏറ്റവും ദുർബലിനെ സഹായിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദുർബലിൻ്റെ വിഷയം സ്വാർത്ഥ താല്പര്യമില്ല. ആ ദുർബലിൻ്റെ വിഷയം അയാളുടെ നിലനിൽപ്പാണ്, അയാളുടെ മുന്നോട്ടുള്ള പോക്കാണ്. അയാൾക്ക് സഹജീവിയായി ഇവിടെ ജീവിക്കാനുള്ള അവകാശമാണ്. അതാണ് ഗാന്ധി പറഞ്ഞത്. അപ്പോൾ കോമൺ ഗുഡിന് വേണ്ടി നിലനിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ പ്രധാന ജോലി. എന്തെങ്കിലും ഒരു പൊതുകാര്യത്തിൻ്റെ ഭാഗമായി നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടങ്ങൾ എന്താണ് അവർക്കുണ്ടാകുന്നത് അതിൻ്റെ 10 ഇരട്ടി നികത്തി കൊടുക്കുന്ന രീതിയാണ് ദേശീയപാത വികസനത്തിൽ പിണറായി വിജയൻ സ്വീകരിച്ചത്. അത് മാതൃകയാണ്. ഈ മാതൃകകൾ നമുക്ക് കോട്ടയത്തും ആവാം. ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നടപ്പാക്കാനാകും എന്നാണ് നമ്മുടെ വിശ്വാസം. വോട്ട് ബാങ്കുകളെ പിണക്കാൻ പറ്റുമോ നമുക്ക്? വോട്ട് ബാങ്കുകൾ പറയുന്നിടത്ത് നമ്മൾ കുറച്ച് കുനിഞ്ഞു കൊടുക്കണ്ടേ? അതിൽ മനസ്സിലാക്കണം. ഞാനിതുവരെ അത്ര ഇടപെടലുകളിൽ പൊതുവിൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ താല്പര്യക്കാരാണ്. അപ്പോൾ അവരുമായി എൻഗേജ് ചെയ്യുന്നതിലാണ് പ്രശ്നം. ഒരു വിഷയം വന്നാൽ അവർക്ക് തിരിച്ചു തന്നെ ഇത് ഉണ്ടാവലാണ് പരിഹാരം എന്ന ബോധ്യത്തിലേക്ക് അവരെ എത്തിക്കാനാവും. നമുക്കതല്ലാണ്ട് പകരം അത് ചെയ്തു കൊടുത്ത് പരിഹരിക്കുക എന്നുള്ളതല്ല. ഇതാണ് ശരിയായ പരിഹാരം എന്ന് അവരെ ബോധ്യപ്പെടുത്തിയാൽ അവർ നമ്മുടെ കൂടെ ഒതുക്കും. സംഘവിധ താല്പര്യമുള്ളതല്ല ഭൂരിപക്ഷം ആളുകൾ. അതിനകത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല ഈ വോട്ട് ബാങ്ക് എന്നുള്ളത് അതിനെ ഭയപ്പെട്ടിട്ടാണ്, അല്ലെ അവരുടെ പ്രീണനമായിട്ടാണെന്ന് പറയുമ്പോൾ പലതും ചെയ്യാതിരിക്കുന്നതിന് ഒരു മറയാവും. അത് 1-2 പേരുടെ മാത്രമുള്ള ഒരു താല്പര്യം. ഇപ്പം എനിക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാണിക്കുന്ന മേഖലയിലെ വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമുണ്ട്. അത്ര ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനൊരു സംഘടിതമായ ഒരു വിഷയമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. തിരിച്ചാണ് ഇത് നടപ്പാക്കാതിരിക്കാൻ വേണ്ടി ഒരു കുതന്ത്രം പറയും. അതെ, അത് തന്നെ ഞാനും പറഞ്ഞു. അത്രേ ഉള്ളൂ. അതല്ലാണ്ടില്ലേ ഇതിനകത്ത് ആകെ ഒരു ഉപഭോക്താവേ കാണുള്ളൂ ഞാൻ, അല്ലാതെ എൻ്റെ പിന്നെ വോട്ട് ബാങ്ക് ഉണ്ടാവില്ല. അതവിടുത്തെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ പിന്നെ ഒരു കാര്യം എനിക്കറിയാവുന്നതാണ്. നമ്മുടെ കുമരകത്തേക്കുള്ള റോഡ് ഡെവലപ്മെൻ്റ് ഒരു ഘട്ടം വന്നപ്പോഴത്തേക്കും അത് വീതി കൂട്ടാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്ത ഒരനുഭവം നമ്മുടെ ഇവിടെ ഉണ്ട്. സാഹു താല്പര്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും. പക്ഷേ പൊതുവെ അതിന് ശേഷം ആളുകൾ സഹകരിച്ചു. കാരണം നല്ല വില കിട്ടി. പിന്നെ എൻ്റെ വസ്തുവിനും കൂടെ എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുന്ന അവസ്ഥ ഒന്ന് വില കിട്ടിക്കഴിഞ്ഞപ്പോൾ. അതേപോലെ തന്നെ ഇപ്പോൾ അത് പറഞ്ഞപ്പോൾ
റോഡിന് വീതി കൂട്ടുന്ന കാര്യം പറഞ്ഞപ്പോൾ കോട്ടയം നഗരത്തിൽ വീതിയൊന്നും കൂട്ടണ്ട, പക്ഷെ സുരക്ഷിതത്വം, ഈ കോട്ടയത്തിന് ഏറ്റവും നാണം കെട്ട ഒരു സംഭവമാണ് പഴയ സൂര്യനെല്ലി കേസ്. ഒരു പെൺകുട്ടി വൈകിട്ട് വന്നിറങ്ങിയപ്പോൾ അതിന് സുരക്ഷ കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല, അതിനെ അന്വേഷിക്കാൻ പറ്റിയില്ല, അത് പോട്ടെ. പക്ഷെ ഇന്നും ഒരു പെൺകുട്ടി 8 മണിക്ക് കോട്ടയത്ത് വന്നാൽ ഇത് ആവർത്തിക്കില്ല എന്ന് പറയാനും നമുക്ക് പറ്റുന്നില്ല. കോട്ടയത്ത് ഞങ്ങൾ സ്ത്രീകൾക്ക് സുരക്ഷ എന്നതിനെക്കുറിച്ച് അനിലിൻ്റെ വീക്ഷണം എന്താണ്? അത് ഗൗരവതരമായ കാര്യമാണ്. ഒന്ന്, നമ്മുടെ പൊതുവിടങ്ങളൊന്നും സ്ത്രീ സൗഹൃദമല്ല, ഭിന്നശേഷി സൗഹൃദമല്ല, വയോജന സൗഹൃദമല്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെക്കുക എന്നതിലേക്കാണ് പൊതുവിൽ നിൽക്കുക. അത് അടിമുടി അത്തരം ചിന്തയിൽ മാറ്റം വരേണ്ടതുണ്ട്. പിന്നെ കോട്ടയത്തിൻ്റെ യഥാർത്ഥ പ്രശ്നം ക്രൗഡഡാണ്. അതിന് നിലവിലുള്ള റോഡ് വീതി കൂട്ടിയ പ്രശ്നം പരിഹരിക്കില്ല. കോട്ടയം വഴി പോകേണ്ടവർ കോട്ടയം വഴി പോട്ടെ, കോട്ടയം ടച്ച് ചെയ്യാതെ മറ്റൊരു സ്ഥലത്തേക്ക് പോകേണ്ടവർക്ക് വേറെ വഴി പോട്ടെ. അതിന് അവർക്ക് അവരുടെ വഴി തെളിച്ചു കൊടുക്കുക. അപ്പോൾ കോട്ടയം വഴി പോകണ്ടാത്ത മറികടന്ന് പോകേണ്ടവർക്ക് ബദൽ പാത ഉണ്ടാക്കുക. MC റോഡ് 4 വരി പാതയാക്കാൻ പോവുക. അപ്പോൾ കോട്ടയത്തുള്ള നിലവിലുള്ള 2 വരി 4 വരിയാക്കല്ല പ്രൊപ്പോസൽ, 2 വരി ബൈപ്പാസ് അത് സാധ്യമാക്കും. അതാണ് ഇവിടെ പദ്ധതി. പക്ഷെ അതുകൊണ്ട് സ്ത്രീ സുരക്ഷ ഉറപ്പാവില്ലല്ലോ. അല്ല, അപ്പോൾ സ്ത്രീ സുരക്ഷ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടെ ക്രൗഡ് മാറും. നമ്മുടെ കോട്ടയത്ത് വരേണ്ടവരുടെ മാത്രം ഒരു നിലയാണെങ്കിൽ അതിലൂടെ ഒരു പ്രത്യേകതയുണ്ട്. അന്യ ദേശങ്ങളിൽ പോകേണ്ടവർ അവരുടെ വഴിക്ക് പോകുന്നേ. ഇവിടെ ആൾ കൂടുകയും പോകാൻ ഇടമില്ലാതിരിക്കുകയും ചെയ്യുമ്പോഴല്ലേ പ്രശ്നം. നമുക്കത് നിലവിൽ ഉള്ളവരെ പകുതിയാക്കി എടുത്ത് തന്നെ സുരക്ഷ വർദ്ധിപ്പിക്കാനാവും. പല കാഴ്ചപ്പാടുകളാണ്. ഇപ്പോൾ പലരും പറയുന്നത് പോലെ ഒരിക്കലും നടപ്പില്ലാത്ത KSRTC കഷ്ടിച്ചൊന്ന് ലാഭമെന്ന് പറയുമ്പോഴേ KSRTCയിൽ സൗജന്യ യാത്ര എന്നൊക്കെ പറയുമ്പോൾ അമ്പരന്നിരിക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടയാളാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ ഉള്ള പോലെ ഒരു ഷീന്നൊരു സ്റ്റേഷൻ അത്തരമൊക്കെ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കുറെ കൂടെ സുരക്ഷിതത്വം ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അനിലിൻ്റെ അജണ്ടയിൽ ഉണ്ടാവും? അതെ, പക്ഷേ നമ്മുടെ നഗരസഭ ഇപ്പം അത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കുന്ന ഒരു നിലവാരത്തിലല്ല. നിലവാരത്തിലല്ല. എറണാകുളത്ത് കോർപ്പറേഷൻ ഉണ്ടായിരുന്നു. അവർ എങ്ങനെയാണ് അവിടുത്തെ ബ്രഹ്മപുരത്തെ മാറ്റിയത്, എങ്ങനെയാണ് വിശപ്പ് രഹിത എറണാകുളം നടപ്പാക്കിയത്, എങ്ങനെയാണ് സ്ത്രീ സൗഹൃദമാക്കിയത്? ആ നഗരസഭാ ഭരണം ഇല്ലാതായി. എറണാകുളം ഇപ്പോൾ എവിടേക്ക് പോയി? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഉദാത്തമായ ആശയങ്ങൾ രൂപപ്പെടുമ്പോൾ ആ ഉദാത്തമായ ആശയങ്ങൾ നടപ്പാക്കാൻ അവസരം കിട്ടുക എന്നുള്ളതും പ്രധാനമാണ്. അവസരം കിട്ടിയാൽ ഈ ആശയങ്ങൾ രൂപപ്പെടുത്തിയത് നിർവഹിക്കാൻ കഴിയുമെന്ന വിശ്വാസമുണ്ട്. ഇപ്പം അനിൽ പറഞ്ഞല്ലോ വെള്ളപ്പൊക്കരഹിതമെന്ന്. അത് ഞാൻ അന്നേരം ഇതാകാതിരുന്നത് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം വെള്ളപ്പൊക്കം കൊണ്ട് ഏറ്റവും പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലത്ത് താമസിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മാണിക്കുന്നം വേളൂർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ തിരുവാതിരത്തിലുള്ള അനിലിനോട് പറയണ്ട. വെള്ളപ്പൊക്കരഹിതമെന്ന് അനിൽ പറയുമ്പോഴും മുൻപ് പറഞ്ഞ KSRTCയിലെ സൗജന്യ യാത്ര പോലെ ഒന്ന് പുരിയം ചിളിച്ചിട്ട് നടക്കുമോ എന്ന് ചോദിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കഴിഞ്ഞ തവണ അധികം വെള്ളം കയറിയില്ലെങ്കിലും 1-2 ദിവസമൊക്കെ വെള്ളം. അല്ലല്ല, അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ വെള്ളപ്പൊക്കം. അല്ല അതിന് വ്യത്യസ്തതയുണ്ട്. വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായി അതിതീവ്ര മഴ വരികയാണ്. അത് എവിടെ എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. ഒരു നിശ്ചിത സ്ഥലത്ത് തീവ്രമഴ വന്നാൽ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ വെള്ളം ഒഴിഞ്ഞു പോകാൻ അവിടെ സൗകര്യം ഉണ്ടാക്കുക എന്നുള്ളത് പരമ്പരാഗതമായ വെള്ളപ്പൊക്കമുള്ള മേഖലകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല കാണേണ്ടത്. 2, നമ്മുടെ പുതിയ നിർമ്മിതികളെല്ലാം വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് തടയുകയല്ല, വെള്ളപ്പൊക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വെള്ളം ഒഴിഞ്ഞു പോകാൻ സൗകര്യം ഉണ്ടാക്കിക്കൊണ്ടുള്ള നിർമ്മിതികളിലേക്ക് നാട് പോകുക എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ മീനച്ചിലാറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ കണ്ട പ്രധാനപ്പെട്ട കാര്യം, മീനച്ചിലാറ് വേമ്പനാട്ട് കായലിൽ ചെല്ലുന്നതിന് 6 പ്രധാനപ്പെട്ട ശാഖകളുണ്ട്. ഞങ്ങൾ 6 ശാഖകൾ തെളിക്കുന്ന പ്രവർത്തനം ഏറ്റെടുത്തു. അതിലൊരു ശാഖ നീലിമംഗല ശാഖ, മറ്റൊന്ന് നേരെ മല്ലിക്കലേക്ക് എത്തുന്ന ഒരു ശാഖ. അത് ഇതെല്ലാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊജക്റ്റിലൂടെ ഞങ്ങൾ ഉണ്ടാക്കിയ പ്രൊജക്റ്റ് തെളിച്ചെടുത്താണ്. 3ാമത്തത് വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ വേണ്ടി ഞങ്ങൾ തെളിച്ചെടുത്ത പ്രധാനപ്പെട്ട ശാഖയാണ് ചെങ്ങളം ബ്രാഞ്ച്. അത് പണം മുടക്കാതെ ജനങ്ങളെ കൊണ്ട് തെളിപ്പിച്ചാണ്, നാട്ടുകാരുടെ കൊണ്ട് തെളിപ്പിച്ചാണ്. തിരുവാർപ്പ് ബ്രാഞ്ച് തെളിച്ചു കഴിഞ്ഞു. ഇനി കവണാർ, പെണ്ണാർ, കൈപ്പുഴമുട്ടം 3 ശാഖ കൂടെ തെളിച്ചു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു ഭാഗം തീരും. 2, ഈ എല്ലാ ശാഖകളും വേമ്പനാട്ട് കായലിലെത്തുമ്പോൾ എത്തുന്ന സ്ഥലത്ത് തൊട്ടപ്പുറ ദ്വീപ് പോലെ നിൽക്കുകയാണ്. അത് മാറ്റി കൊടുത്താൽ വേമ്പനാട്ട് കായലിലേക്ക് വെള്ളം പോകും. ആ തടസ്സം പതനസ്ഥാനങ്ങൾ തെളിക്കണം. ഞങ്ങളിവിടെ വീഗാടുകാരെ കൊണ്ടൊരു പതനസ്ഥാനം തെളിക്കുന്ന ഒരു മാതൃക പോയിട്ട് തിരുവാർപ്പിൽ നടപ്പാക്കി. അത് 7 ലക്ഷം രൂപ മറ്റോ അവരതിന് മുടക്കി. വേറെ കുറച്ച് കോൺട്രിബ്യൂഷൻ കൂടെ ലോക്കൽ ഉണ്ടായപ്പം വളരെ നല്ലൊരു പദ്ധതിയായി. ഇത് നടപ്പാക്കി വെള്ളപ്പൊക്കം ഇല്ലാതാവും. പിന്നെ പഴുക്കാന്തലക്കായൽ തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ വെള്ളം നേരെ കായലിലേക്ക് പോകും, വെള്ളപ്പൊക്കം ഇല്ലാതെ. എന്താ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളപ്പൊക്കത്തിൻ്റെ അവസ്ഥ എന്താ? നിങ്ങൾ ഈ നട്ടാശ്ശേരി പോവുക,
അല്ലെ പനയക്കെടുപ്പിൽ പോവുക, ഇല്ലെങ്കിൽ മള്ളുശ്ശേരി, ചുങ്കം, എവിടെ പോയാലും കഴിഞ്ഞ ഞങ്ങളുടെ ഇടപെടലിൻ്റെ ഭാഗമായി 6 കൊല്ലത്തിനിടയിൽ വെള്ളപ്പൊക്കം കുറഞ്ഞു എന്ന കാര്യം സമ്മതിക്കും. ഇപ്പം ഗീതയുടെ തന്നെ ഒരു അധ്യാപകനാണല്ലോ നമ്മുടെ കുര്യൻ സാറ്, നമ്മുടെ ഏതാ മാത്തമാറ്റിക്സിൻ്റെ സാറ്, CMS കോളേജിൽ എൻ്റെ അധ്യാപകനല്ലേ CC കുര്യൻ സാറ്. CC കുര്യൻ സാറ് കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഇടാ എൻ്റെ വീട്ടിൽ പണ്ട് വെള്ളം കയറിക്കൊണ്ടിരുന്ന 6 കൊല്ലമായിട്ട് ഇവിടെ വെള്ളം കയറുന്നില്ല, എൻ്റെ വീട്ടിനകത്ത് നീ ഈ തോട്ടിനകത്തോട് നടക്കുന്നുണ്ടാന്ന് എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്നോട് കുര്യൻ സാറ് ഒരാഴ്ച തോട്ടിനകത്തോട് നടക്കുന്നുണ്ടോ, ഞാൻ എൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു കൊടുത്തു. ഇത് ഞാൻ എല്ലാവരോടും പറയും, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനൊന്നും അല്ല, നിനക്ക് വോട്ട് ചെയ്യുള്ളൂ, കുറുപ്പിന് വോട്ട് ചെയ്തു. ഇത് മനുഷ്യർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആളുകൾ തിരിച്ചറിയുന്നുണ്ട്, അത് സന്തോഷമുള്ള കാര്യമാണ്. അത് നടപ്പാക്കും. വേളൂരിൽ നമ്മുടെ വാഗ്ദാനം വെള്ളപ്പൊക്കമില്ലാത്ത വേളൂർ. അതിനെന്താ മാർഗം? വേളൂർ ഇപ്പോൾ വെള്ളം കൂടിയാൽ കാരണം എന്താ? ഇപ്പോൾ വെള്ളം വർദ്ധിച്ചു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവാർപ്പിലേക്കുള്ള റോഡങ്ങ് പൊങ്ങി. ഞങ്ങൾ പറയുന്ന പാലായിൽ നിന്ന് വെള്ളപ്പൊക്കമാണെങ്കിൽ നാളെ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം അല്ലല്ല, അത് അതുകൊണ്ടല്ല. തിരുവാർപ്പിലേക്കുള്ള റോഡ് പൊങ്ങി, കാഞ്ഞിരത്തിലേക്കുള്ള റോഡ് പൊങ്ങി, 15 കടവ് റോഡ് പൊങ്ങി. സ്വാഭാവികമായിട്ടും സംഭവിക്കും. അതിനിപ്പുറം എല്ലാം വെള്ളക്കെട്ടായി. ഇനി വീടിന്റെ മുമ്പിലെ അതെ, അപ്പം മാർഗം ആ വെള്ളം നേരെ തെക്കോട്ട് ഒഴുകാൻ മാറും. ആ തെക്കോട്ട് പോകേണ്ട കൊണ്ടക്കേരിത്തോട്, തെക്കോട്ട് പോകേണ്ട ആമ്പല്ലൂർ തോട്, ഇതൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. 15 കടവ്. അപ്പം നമ്മൾ ചെയ്യുന്നത് കൊടുകുറാറങ്ങ് തെളിക്കുകയാണ്. തെളിച്ച് മറ്റേ അങ്ങോട്ടേക്ക് നമ്മുടെ മല്ലിക്കലങ്ങ് തെളിച്ചു. ഇപ്പോഴത്തെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്ത് കഴിയുമ്പം വെള്ളപ്പൊക്കം ഇല്ലാതാവും. കാരണം തെക്കോട്ട് വെള്ളം ഒഴുകുന്ന സൗകര്യം ഉണ്ടാക്കും. അതാണ് പരിപാടി. അനിലിനെ കുറിച്ച് എനിക്കറിയാം, അനിലിനെ അറിയുന്നത് എല്ലാവർക്കും അറിയാം. എങ്കിൽ പോലും എതിരാളികളായിരിക്കും പറഞ്ഞത് അനിൽ കട്ട സഖാവാട്ടോ, അനിൽ കയറി കഴിഞ്ഞാൽ സഖാക്കന്മാർക്ക് ഗുണമുണ്ടാകുമെന്ന്. പക്ഷെ അത് അങ്ങനെയല്ല എന്ന് ഉറപ്പാണ്. അതെങ്ങനെയാണ് അങ്ങനെ ഒരു ശ്രുതി ഉണ്ടാകാനായിട്ട്? കാരണം അത് മാത്രമേ അനിലിനെ കുറിച്ച് പറയാൻ പറ്റുന്നുള്ളത് കൊണ്ടാണോ? അല്ല, ഞാൻ അടിമുടി ഒരു രാഷ്ട്രീയ പ്രവർത്തകനും എൻ്റെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നയാളും ഉറച്ചയാളുമാണ്. കറയറ്റ അഴിമതി വിരുദ്ധമായ സത്യസന്ധതയാണ് എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ ചെയ്യുന്നത്. പിന്നെ മറ്റാളുകളും ഞാനുമായിട്ടുള്ള ഇടപെടലിൻ്റെ നിലാവ് പെയ്യുന്ന സൗഹൃദങ്ങളാണ് ഈ ജനകീയ കൂട്ടായ്മ കാണുന്നത്. എല്ലാവരും ഉണ്ട്. ഒരു തരത്തിൽ ഒരാൾക്കും മാറി നിൽക്കേണ്ടി വരില്ല. ഞാൻ ഒഴിഞ്ഞു നിന്നാലും മറ്റുള്ളവരെ അതിൻ്റെ ഭാഗമാക്കുന്ന നിലയാണ് ഞാൻ സ്വീകരിക്കാറുള്ളത്. അപ്പം മല്ലിക്കൽ ആമ്പലവസന്തം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന വരുമാനം കിട്ടുന്ന ആളുകളെല്ലാം നാട്ടുകാരാണ്, എല്ലാം സഖാക്കളാണ്. നിങ്ങൾ അയർക്കുന്നത്ത് പോയാൽ അയർക്കുന്നത്ത് ഒരു 5 കൊല്ലമായിട്ട് വരൾച്ചയില്ല. ടിപ്പർ ലോറിയിൽ വെള്ളം അടിക്കുന്നില്ല അയർക്കുന്നം പഞ്ചായത്തിൽ. നമ്മുടെ പദ്ധതിയാണ് വെള്ളം എത്തി. അടുത്തത് അവിടുത്തെ അമയന്നൂർ ശിവക്ഷേത്രമുണ്ട്. ഉരുളിയിൽ ഭഗവാനെ വെച്ച് ആറാട്ടുകടവിൽ എഴുന്നള്ളിപ്പിന് ആറാട്ട് നടത്തിയിരുന്നു. ഇപ്പം ഒഴുകി വരുന്ന വെള്ളത്തിൽ ആറാട്ട് നടന്നത്. ഈ വെള്ളം ഒഴുക്കിക്കൊണ്ട് വന്നത് ഞങ്ങളുടെ ജനകീയ ഇടപെടലാണ്. ഒഴുകി വരുന്ന വെള്ളത്തിലാണ് ഭഗവാൻ ആറാട്ട്. ഇതെല്ലാം സമൂഹത്തിന് വേണ്ടിയാണ്. സമൂഹത്തെ തിരിച്ചറിയും. കൃഷി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? നാടല്ലേ. അനിൽ ഈ ടി വിയിലൊക്കെ വരുന്നോണ്ടായിരിക്കും അനിലിനോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം സമ്മതിപ്പിക്കാൻ പറ്റില്ല. നേരാ? അല്ല, സത്യമേ ഞാൻ പറയും. നിങ്ങൾക്ക് സത്യത്തെ തോൽപ്പിക്കാനാവില്ല. ഞാൻ ചാനൽ ചർച്ചകളുടെ 5 കൊല്ലമായിട്ട് പങ്കെടുക്കുന്ന ആളാണ്. ഒരു ചർച്ചയിൽ നിന്ന് ഒഴിയാറില്ല. അതിന് കാരണം നിർഭയമായിട്ടാണ് പറയുന്നത്. 2, സത്യവിരുദ്ധമായ ഒരു വരി ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നവരെ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, എൻ്റെ ചാനൽ ചർച്ചകളിൽ സത്യവിരുദ്ധമായ ഒരു വരി ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ ഞാൻ അപ്പം അത് കൺസീഡ് ചെയ്യും. തെറ്റുപറ്റി. ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്തതിന് കാരണം ഞാൻ സത്യവിരുദ്ധമായി പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എപ്പോഴാണല്ലോ ഇത് മുഴുവൻ പഠിച്ചെടുക്കുന്നത്? അതാണ് അതിൻ്റെ ഇടയ്ക്ക് നോവൽ എഴുതുക, CPM-ൻ്റെ ചരിത്രം എഴുതുക, എത്രയെല്ലാം കാര്യങ്ങളിൽ ഒരേ സമയം അനിലിങ്ങനെ വ്യാപൃതനാകുന്നത്. ജീവിതം തന്നെ രാഷ്ട്രീയം, രാഷ്ട്രീയം തന്നെ ജീവിതം. അതിൻ്റെ ഭാഗമായിട്ട് പോവുകയാണ്. കുടുംബം അതുപോലെ തന്നെയാണ്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് എല്ലാം ഉൾക്കൊള്ളുന്നൊരു കുടുംബമാണ്. അങ്ങനെ വരുമ്പം അതിൻ്റെ ഭാഗമായിട്ട് പോകുന്നതാണ്. വളരെ സന്തോഷമുണ്ട്. ലോക്കൽ ചരിത്രം പ്രധാനമാണ്. എൻ്റെ നാടിനെ ഉയർത്തിയെടുക്കുക. അപ്പോൾ അതിന് തിരുവാർപ്പിൽ സഞ്ചാര സ്വാതന്ത്ര്യ സമരം നടന്നു. അപ്പോൾ എഴുതിയപ്പോൾ ടി കെ മാധവനെ കുറിച്ച് എഴുതി. ടി കെ മാധവനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് എഴുതിയതും ഞാൻ എഴുതി സഞ്ചാര സ്വാതന്ത്ര്യ സമരം. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ശ്രീബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ 2 എണ്ണം രാജാക്കന്മാരുടെ കാലത്ത് വന്നതാണ്. 1000 കൊല്ലം പഴക്കമുണ്ട്. ഇതോടുകൂടി ആ ശ്രീബുദ്ധൻ്റെ വിഗ്രഹങ്ങൾ ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ കേടുകൂടാതിരിക്കുന്നു. ലോകത്തങ്ങളുടെ അത്ഭുതമാണ്. മറ്റേ ബൗദ്ധ പാരമ്പര്യമുള്ള സങ്കേതങ്ങൾ അടിച്ചു തകർത്തെങ്കിൽ എൻ്റെ നാടങ്ങനല്ല, ഇത് ചേർത്ത് വെച്ച പാരമ്പര്യമാണ്. ഇതാ ഇപ്പോഴും ഇവിടെ കേടുകൂടാതിരിക്കുന്നു. നിങ്ങൾ വന്ന് കിളിയൂരിനെ കാണും, അറിയൂ. എൻ്റെ നാടിനെ, എൻ്റെ അമ്മയുടെ സ്ഥലമാണ്. അപ്പോൾ അതിന് അഭിമാനത്തോടെ ഉയർത്തിപ്പിടിച്ചത്. അവിടെ തന്നെ നരബലി ഉണ്ടായി.
ആ നരബലിയുടെ കഥ ഞാൻ പറയുമ്പോൾ നരബലിയിലൂടെ ഞാൻ അവതരിപ്പിച്ചത് ഒരു നാടിൻ്റെ സുഹൃതമാണ്, ഒരു മതനിരപേക്ഷ സമൂഹത്തിൻ്റെ ഭാവിയാണ് അവതരിപ്പിച്ചത്. ഇതെല്ലാം ഒരു രാഷ്ട്രീയ പ്രവർത്തകനും നാടിനെ സ്നേഹിക്കുന്ന ഒരാളുടെ ചുമതലയാണ്. അനിൽ എത്ര വയസ്സ് മുതൽ സജീവ രാഷ്ട്രീയത്തിൽ? കാരണം ഞാനൊക്കെ കാണുമ്പോൾ മുതൽ അനിൽ വലിയ നേതാവാണ്. ഞാനൊരു 81 CMS കോളേജിൽ ചേരാൻ വരുമ്പം അനിൽ അവിടുത്തെ വലിയ നേതാവാണ്. അപ്പൊ അനിലും ആകെപ്പാടെ എത്ര 18-19 വയസ്സല്ലേ ഉള്ളൂ. അപ്പൊ 76-ലാണ് ഞാൻ ബാലസംഘത്തിൽ ചേർന്ന അടിയന്തരാവസ്ഥ. 77 ഇപ്പൊ ഇരിക്കുന്ന ഈ സ്ഥലത്ത് ആദ്യമായിട്ട് ഞാൻ വന്നു ഒക്ടോബർ 2-ാം തീയതി. ഇവിടെ ഇരിക്കുന്ന ഒരു ഇവിടെ അന്ന് CIT ഓഫീസല്ല, CPM-ന്റെ ഓഫീസാണ്. ഇവിടെ ഒരു ഹാൾ ഉണ്ടായിരുന്നു. ആ ഹാളിൽ വെച്ചാണ് നമ്മുടെ ബാലസംഘം ജില്ലാ സമ്മേളനം നടന്നത്. അതിൽ വെച്ച് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി ആയി. അന്ന് തൊട്ട് ഈ ഓഫീസ് ആയിട്ട് ബന്ധപ്പെട്ടും നഗരമായിട്ട് ബന്ധപ്പെട്ടും പിന്നെ അവിടെ വന്നപ്പോൾ സുരേഷ് കുറുപ്പാണ് നേതാവ്. പിന്നെ അങ്ങ് കൂടി, കുറുപ്പിൻ്റെ കൂടെ കൂടി അന്ന് നിന്നും അങ്ങനെ ജീവിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി, അഭിഭാഷക വൃത്തിയുടെ ഭാഗമായി. ഞാൻ മറന്നേ പോയി, അനിൽ ഇവിടുത്തെ ഏറ്റവും മികച്ച ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ള കാര്യം. അതിനും സമയമുണ്ട്. അല്ല, അതിന് കാരണം വക്കീൽ ജീവിതം ഒരു പാഷനാണ്. അഡ്വക്കേറ്റ് N. ഗോവിന്ദ മേനോൻ അച്ഛൻ്റെ അനുജനാണ്. കോട്ടയത്തെ വലിയ വക്കീലായിരുന്നു. NSSൻ്റെ കേരളത്തിലെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുട്ടിക്കാലത്ത് പോയിട്ടുള്ള അനുഭവത്തിൽ നിന്നാണ് ഈ വക്കീലാകണമെന്നൊരു പാഷൻ വന്നത്. അത് പിന്നെ അങ്ങ് ജീവിതത്തിൻ്റെ ഭാഗമാക്കി. ഞാൻ എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ പാലിക്കുന്നൊരു നിഷ്ഠയുണ്ട്. അഭിഭാഷക ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പണമല്ലാതെ മറ്റൊരു പണവും ഞാൻ വീട്ടിൽ കൊണ്ടുപോകില്ല, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കില്ല. അതൊരു നിഷ്ഠയാണ്. അത് ഇന്നും പാലിച്ചു പോകുന്നു. അതൊരു പ്രത്യേകതയാണ്. ഞങ്ങൾക്കതിൽ സന്തോഷമുണ്ട്. സമ്മതിച്ചു. ഞാൻ ഓർക്കുന്നത് നമ്മൾ CMS കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്, ഓർമ്മകളിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ പെൺകുട്ടികളെ തല ഉയർത്തിപ്പിടിച്ച് നഗരത്തിലൂടെ നടക്കാൻ പഠിപ്പിച്ചത് അന്നത്തെ ഞങ്ങളുടെ SFIയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ആയിരുന്നു. നല്ല ഓർക്കുന്നുണ്ട് ആ കാലഘട്ടം. ഞങ്ങളൊക്കെ പൊതുവെ ഇങ്ങനെ നോക്കി വേണം നടക്കാൻ. ഔട്ട്സൈഡേഴ്സ് കിഡ് ദി ക്യാമ്പസ് എന്നൊരു പ്രോഗ്രാം തന്നെ നടത്തി. കാരണം ക്യാമ്പസിനകത്ത് കടന്നു കയറിയിട്ട് പുറത്തുനിന്നുള്ള ആളുകൾ പെൺകുട്ടികളെ അവമാനിക്കുക, അതിന് തയ്യാറാകാത്ത ആളുകൾ വഴി വെക്കുമ്പോൾ ആക്രമിക്കപ്പെടുക എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നമ്മളത് അതിനെതിരായിട്ട് ക്യാമ്പയിൻ നടത്തി. പിന്നീട് ബലം പ്രയോഗിച്ച് കുറച്ച് നാൾ വന്നപ്പോൾ നമ്മൾ ആക്രമിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായി, തിരിച്ചടിക്കുന്ന അനുഭവം ഉണ്ടായി. ഇതൊക്കെ നല്ലൊരു ഫൈറ്റായിരുന്നു. ആ ഫൈറ്റിൽ നമ്മൾ ജയിച്ചു. സ്ത്രീകളെ പെൺകുട്ടികൾക്ക് അഭിമാനമുള്ളവരായി മാറ്റി തീർത്തു. മൗൺകാമൽ പോലെ ഒരു വളരെ സെക്ലൂഡഡ് ആയ ഒരു സ്ഥലത്ത് നിന്ന് CMS കോളേജിലോട്ട് വന്നിട്ട് തല ഉയർത്തിപ്പിടിച്ച് നഗരത്തിലൂടെ നടക്കാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ ഉൾപ്പെടെയുള്ള ആ ഭരണസമിതിയുടെ അന്നത്തെ തീരുമാനമായിരുന്നു. ഞങ്ങൾ പെൺകുട്ടികളെ എല്ലാവരെയും തന്നെ കൂട്ടമായി കേരള ഡേ കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കുന്നത് അന്ന് നമ്മുടെ ജോണി ലൂക്കോസ് മലയാള മനോരമയിൽ ഇപ്പോൾ നമ്മുടെ ചാനലിന് ചുമതല വഹിക്കുന്ന ജോണിയാണ് അന്നത്തെ ചെയർമാൻ. SFI അല്ല, SFIയോടൊപ്പം നിൽക്കുന്ന ISIയുടെ ചെയർമാനാണ് ജോണി. ഒരു ഇടതുപക്ഷ മനസ്സുള്ള പുരോഗമനകാരിയാണെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജോണിയോടൊപ്പം നിന്ന് ആ ഒരു കൗൺസിലറാകാൻ എനിക്ക് സാധിച്ചു. പിന്നെ നമ്മളെല്ലാം അതിനകത്ത് സുരേഷ് കുറുപ്പും വാൽമീകിയൊക്കെ ഉള്ള ഒരു ടീമാണ് വാൽമീകിയുടെ പ്രത്യേക ഇടപെടൽ. എനിക്ക് തോന്നുന്നു ആ ടീം ഇപ്പോഴും ഉണ്ട്. CMS കോളേജിൽ തന്നെ രാധാകൃഷ്ണനാണ് അനിലിന്റെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഗോപാലകൃഷ്ണനാണ് അവിടെ. നമുക്ക് എല്ലാ ടീമും ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്, നമ്മളോടൊപ്പം ഉണ്ട്. അന്ന് ഗോപാലകൃഷ്ണൻ PG ആയിരുന്നു, ജോണിയും PG ആയിരുന്നു. അതൊരു ജീവിതമാണ്. ആ ജീവിതം തുടരുന്നു, ഇന്നും തുടരാൻ. ക്യാമ്പസ് പിരിഞ്ഞിട്ടില്ല. അതെ, ഞാൻ അതിനകത്ത് ഏറ്റവും ചെറിയ കുഞ്ഞായിരുന്നു കേട്ടോ. ഇവരൊക്കെ വലിയ നേതാക്കളാണ് അന്ന്. അത് കോട്ടയത്തിന്റെ വികസന മാതൃകയിൽ കരുതലിന്റെ വികസനം എന്നൊരു പദപ്രയോഗം ഉണ്ടായി. അതുകൊണ്ട് എന്താ അർത്ഥാക്കണേ? അല്ല, നമ്മൾ ഇടതുപക്ഷം എപ്പോഴും എടുത്തിരിക്കുന്ന സമീപനം എന്ന് പറയുന്നത് ചേർത്ത് നിർത്തലാണ്. അത് ഈ ഹോപ്സ് സഹോദരന്മാർ റഷ്യൻ അവസ്ഥ കണ്ടിട്ട്, അവിടുത്തെ വിപ്ലവത്തിന് ശേഷമുള്ള റഷ്യൻ സൊസൈറ്റി കണ്ടിട്ട് നവനാഗരികത എന്നൊരു പ്രയോഗം ഉണ്ടായി. അതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇപ്പോൾ ഫിസിക്കലി ചലഞ്ചുള്ള ആളുകൾ, അത്തരം ആളുകളെ അവരെ മാറ്റി നിർത്തിയിരുന്നൊരു കാലത്ത് നിന്ന് ചേർത്ത് നിർത്തൽ, അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുഷ്ഠരോഗി അശുദ്ധൻ, അതൊരു പഴയ നിയമം. കുഷ്ഠരോഗിയെ ചേർത്ത് നിർത്തുക പുതിയ നിയമമാണ്. ഇങ്ങനെ ഇടതുപക്ഷം രാഷ്ട്രീയത്തിൻ്റെ പുതിയ നിയമം നടപ്പാക്കുന്നവരാണ്. അപ്പോൾ ഇത്തരം പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുന്ന വികസന മാതൃകയാണ് ഉണ്ടാവേണ്ടത്. നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് നിക്ഷേപ സൗഹൃദം എന്ന് പറയും. നിക്ഷേപകർക്ക് വേണ്ടത് ലാഭം കിട്ടുന്ന വ്യവസായങ്ങൾ അവർക്ക് നടത്താൻ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തൊഴിലാളിയുടെ കൂലി അത് മാത്രമാണ് നമുക്കൊരു പ്രശ്നം. ആ തൊഴിലാളിയുടെ ഉയർന്ന കൂലി കൊടുക്കുക, ബാക്കി നിക്ഷേപകരെ സംരക്ഷിക്കും. വിഷയം നിങ്ങളൊരു ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്ന നിക്ഷേപകന് വേണ്ടി ആവരുത്.
ജനങ്ങൾക്ക് വേണ്ടിയാവണം. അതാണ് കേരളത്തിലെ കിബി പ്രൊജക്റ്റ്. കേരളത്തിലെ ഒരു പ്രൊജക്റ്റും ഏതെങ്കിലും ഒരു സ്വകാര്യ സംരംഭത്തിന് വേണ്ടിയല്ല, പൊതുസമൂഹത്തിന് വേണ്ടിയാണ്. കോട്ടയത്ത് തന്നെ എന്തൊക്കെയാ പ്രത്യേകിച്ചൊരു മാറ്റം? ഇപ്പൊ ഈ പറഞ്ഞ ഭിന്നശേഷിക്കാരെ പറ്റി പറഞ്ഞു. അടുത്തിടയ്ക്ക് കാലൊടിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായി, ഒരു ഹോട്ടലിൽ പോലും കയറി ചെല്ലാൻ അത് ഭിന്നശേഷി സൗഹൃദമാക്കണം. അതെങ്ങനെയാണ്? പൊതുവിടങ്ങൾ അങ്ങനെ ആക്കണം. അതിന് നമ്മൾ മാതൃകകൾ ഉണ്ടാക്കണം. ഒരു സ്ഥാപനം നമ്മൾ പുതുതായിട്ട് ആരംഭിക്കുമ്പോൾ അത് ഭിന്നശേഷി സൗഹൃദമാക്കുന്ന മാതൃകകൾ ഉണ്ടാക്കി വെച്ചാൽ ബാക്കി നമ്മുടെ പ്ലാൻ തയ്യാറാക്കുന്നവർ അതുകൂടെ ഒരു ഇന്നോവേറ്റബിൾ പ്രൊജക്റ്റായിട്ട് കണ്ടോളും. നമ്മൾ മാതൃകകളില്ലാതെ വരുമ്പോഴാണ് എല്ലാവരും പഴയ വാർപ്പ് മാതൃകകളിൽ പോവുക. വാർപ്പ് മാതൃകകളെ പൊളിച്ചെഴുതി പുതിയ മാതൃകകൾ ഇതിന് തക്കവണ്ണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീ പുരുഷ തുല്യതയുടെ ഒരു ഇടമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അത് പഴയ മാതൃകകളെ പൊളിച്ചു മാറ്റി സ്ത്രീ പുരുഷ തുല്യതയിലേക്ക് എത്തിക്കുന്ന ബോധപൂർവമായ ഇടപെടൽ നടത്തിയ തുല്യത വരും. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. സ്ത്രീ പുരുഷ തുല്യതയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുതിയ കാഴ്ചപ്പാടിൽ ഫെമിനിസം അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ ഒരുപാട് തോളോട് തോൾ ചേർന്നെന്നുള്ളൊരു ഇതാണ് പറയുന്നത്. പക്ഷേ പലപ്പോഴും തൊഴിലിടത്തിലുൾപ്പെടെ ഒരിടത്തും തോള് ചേരാൻ മാത്രം സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കിട്ടാറില്ല. അല്ല, ഇപ്പം അതല്ല. ഇപ്പം നമ്മളൊരു കാര്യം കാണുന്നത്, നമ്മുടെ പെൺകുട്ടികളെ നോക്കൂ. കേരളത്തിലെ പെൺകുട്ടികൾ അവരുടെ ഇപ്പോഴത്തെ പ്രായത്തിൽ അവരുടെ അമ്മമാർ എങ്ങനെ ഇരുന്നോ അവരെക്കാൾ എത്രയോ സ്വതന്ത്രരും ശക്തരുമാണ്. സ്വാഭാവികമായിട്ടും സ്ത്രീ പുരുഷ തുല്യതയുടെ കേരളം ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ രൂപങ്ങളിൽ പോരായ്മ ഉണ്ടാവും, അത് പരിഹരിക്കപ്പെടാവുന്നേ ഉള്ളൂ. ഒരു ജനറേഷൻ്റെ പ്രശ്നമുള്ളൂ, ആ ജനറേഷൻ തട്ടിമറിച്ചോളൂ, തുല്യതയുള്ള കേരളം എത്തും. അപ്പോൾ അനിൽ, നമ്മൾ ഏതാണ്ട് സമയപരിധി ആയതുകൊണ്ട് അനിൽ ഇവിടെ അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് പുതുതായി പ്രതീക്ഷിക്കാനുള്ളത്? IT പാർക്ക് മുതൽ പലതും കേൾക്കുന്നുണ്ട്. ഇതിന് ഇത്തരം സ്ഥാനങ്ങളിലൊന്നും അധികാരമായിട്ടല്ല കാണുന്നത്, അത് ചുമതലകളായിട്ടാണ് കാണുന്നത്. ഇപ്പം ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ഞാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി 2005 കുമാരനെല്ലൂരും ജയിച്ചപ്പോൾ. അപ്പോൾ അധ്യാപകരുടെ യോഗം വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ അവരോട് ആദ്യം പറഞ്ഞത്, ഞങ്ങൾ അധികാരികളല്ല, നിങ്ങൾക്കെന്തു വേണം നിങ്ങൾ പറയൂ, അത് ചെയ്തു തരാൻ ചുമതലക്കാരാണ് ഞങ്ങൾ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ വന്ന് അധികാരപ്രയോഗം നടത്തൂല, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, ഞങ്ങൾ അറിയേണ്ട കാര്യമാണ്, ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഞങ്ങൾ നിങ്ങളോട് കൂടിച്ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഞങ്ങൾ അറിയേണ്ട കാര്യമില്ലെങ്കിൽ, ഞങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ എന്തിനു ചെയ്തെന്ന് ഞങ്ങൾ ചോദിക്കാനും പറ്റില്ല. അല്ല, ഇതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അവർക്കൊരു അക്കാഡമിക് സ്വാതന്ത്ര്യമുണ്ട്. ജില്ലാ ആശുപത്രിയിൽ ഇതേ നിലപാട് സ്വീകരിച്ചു. ഇന്ന് ഡോക്ടർ ബെഞ്ചമിൻ ഒക്കെ ആയിരുന്നു അതിൻ്റെ ചുമതലക്കാരൻ. അവരോടൊപ്പം ഏറ്റവും നല്ല സഹകരണം ഉണ്ടായി. 200ാം വാർഷികം ആഘോഷിക്കുന്ന കാലമാണ്. ജില്ലാ ആശുപത്രിക്ക് ആശുപത്രി മണമില്ലാത്തൊരു ആശുപത്രിയാക്കി ഞങ്ങളത് മാറ്റി. അവിടുത്തെ റോഡൊക്കെ ടാർ ചെയ്ത് ആശുപത്രി മണമില്ലാത്ത ജില്ലാ ആശുപത്രി ഞങ്ങളുടെ കാലത്തുണ്ടായതാണ്. KP സുഗുണനായിരുന്നു അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ നമ്മൾ ഭാവിയിലും ഒരു ചുമതല കിട്ടുകയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന കാര്യം നാടിന് എന്ത് വേണമെന്നുള്ളത് കൺസെൻസസിലേക്ക് കൊണ്ടുവരും. അതിലിപ്പോൾ കോട്ടയത്തെ സംബന്ധിച്ച് ബൈപ്പാസ് ചെയ്യണം, ഫ്ലൈ ഓവറുകൾ ഉണ്ടാവണം. ഇപ്പോൾ ഈ ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ ആകാശപാത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്സൈഡ്. സോ അത് മുന്നോട്ട് പോകില്ലല്ലോ. ഈ ചാനലിൽ തന്നെയുള്ള ഇതിൽ ഇപ്പോഴത്തെ MLA പറഞ്ഞ ആകാശപാത ഉടനൊരു വിസ്മയമായി ഉണ്ടാകും. അതെ, അത് വിസ്മയം തന്നെയാണ്. ലോകത്ത് ഒരിക്കലും ഉണ്ടാവില്ല അത്, അങ്ങനൊരു സാധനം. അതിന് മുമ്പ് ഉണ്ടാവില്ല, ഇനി ചേട്ടൻ ഉണ്ടാവില്ല. നമുക്ക് വേണ്ടത് അങ്ങനെ ചുരുങ്ങി നിൽക്കരുത്. നിങ്ങൾ പുതിയ ആകാശം പുതിയ ഭൂമി എന്ന് പറഞ്ഞ പോലെ ഈ പുതിയ വികസന കാഴ്ചപ്പാട് വേണം. അതിൽ ഞങ്ങളുടെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഈ ഗവൺമെൻറ് കാലത്ത് കിബി ഉണ്ടെങ്കിൽ ഒരു 30 കൊല്ലത്തിനപ്പുറം ചെയ്യേണ്ടത് ഇപ്പം ചെയ്യാം. സോ ഒരു 1000 കോടി രൂപയുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യമൊക്കെ നടപ്പാക്കാനുള്ള നെഗോഷിയേറ്റ് ഒന്ന് പണിയണം. ഒരു 100 കോടി മതി. ഇത് ഒരാളിങ്ങനെ വാചകടിച്ചാൽ 100 കോടി കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ കിബി ഉണ്ടെങ്കിൽ സാധിക്കും. ഒരു 4 ഫ്ലൈ ഓവർ ഉണ്ടാക്കാൻ 400 കോടി മതി. തൊട്ടടുത്ത് VN വാസവൻ്റെ മണ്ഡലത്തിൽ 3000 കോടി രൂപ ഗവൺമെൻറ് ഈ 5 കൊല്ലക്കാലം കൊണ്ട് ഇടപെടൽ നടത്തി. അവിടെ മെഡിക്കൽ കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. ഇവിടെ ജില്ലാ കേന്ദ്രമാണ്. കോട്ടയം ജില്ലാ കേന്ദ്രത്തിൽ തരുന്നത് കോട്ടയം ജില്ലയ്ക്ക് തരുന്നതല്ലേ. അപ്പോൾ അത് സാധ്യമാണ്. സർക്കാർ തുടരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് പണമല്ല പ്രശ്നം, അത് ചെയ്യാനുള്ള കരുത്താണ് പ്രശ്നം. ആ കരുത്തുണ്ടാവും. ജനങ്ങൾ ആ കരുത്ത് നൽകുമെന്നാണ് പ്രതീക്ഷ. യുവജനങ്ങൾക്ക് എന്താണ് അനിലിൻ്റെ വാഗ്ദാനം? അല്ല, യുവജനങ്ങൾ നല്ല കാഴ്ചപ്പാടുണ്ട്. അവരൊന്നാമത് അവർക്ക് വിശ്രമത്തിനും വിനോദത്തിനുള്ള കേന്ദ്രങ്ങൾ വേണമെന്നുള്ള ടർഫടക്കമുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെട്ടു. നെഹ്റു സ്റ്റേഡിയവും ഇൻഡോർ സ്റ്റേഡിയവും പ്രധാനപ്പെട്ട ഹൈലൈറ്റാണ്. നമ്മുടെ IT ഹബ്ബാകുക എന്നുള്ളത് കുട്ടികളുടെ ആവശ്യമാണ്. അപ്പോൾ നമുക്ക് സ്ഥലം ലഭ്യമാണ്. പലയിടത്ത് സ്ഥലമില്ല എന്നുള്ള പ്രശ്നം. ഇവിടെ നമ്മുടെ ട്രാവൻകൂർ സിമൻസോ അല്ലെങ്കിൽ പഴയ ഇലക്ട്രോ കെമിക്കൽസിൻ്റെയോ സർക്കാർ ഭൂമി ലഭ്യമാണ്. പ്രൊജക്റ്റുകൾ കൊടുത്തിട്ടില്ല. കിബിക്ക് പ്രൊജക്റ്റ് കൊടുത്താൽ കൊട്ടാരക്കര ഉണ്ടായത് കോട്ടയത്തുണ്ടാവും. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇവിടെ പൊങ്ങി വരാൻ അങ്ങനെ ആരും കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ട്? കൊടുത്ത പ്രൊജക്റ്റുകൾ മുടക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കിബിയുടെ പ്രൊജക്റ്റ് വേണ്ട, കിബിയുടെ പദ്ധതി മുടക്കുകയാണ്. പിന്നെ ആര് കൊടുക്കും? അപ്പോൾ ഈ 4ാം റൗണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ
അനിലിന് പ്രത്യേകിച്ച് എന്തൊക്കെയാണ് കോട്ടയത്തിന്റെ വികസനത്തെക്കുറിച്ച് നേരത്തെ തന്ന ഇതിന്റെ മാനിഫെസ്റ്റോയുടെയും ഒക്കെ അതിനേക്കാൾ കുടിവെള്ള പ്രശ്നം പലരും പറഞ്ഞിട്ടുണ്ട്. ഒരു 44 കേന്ദ്രങ്ങളിൽ കുടിവെള്ള പ്രശ്നം പറഞ്ഞു. അപ്പം കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെങ്കിൽ പൈപ്പ് ലൈനുകൾ ഉണ്ടാവാം, ഓഗ്മെന്റേഷൻ ഇല്ല. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണം എന്നുള്ള ആളുകൾ ചൂണ്ടിക്കാണിച്ചു. പ്രത്യേകിച്ച് കുന്നുകൾ ധാരാളമുണ്ട്. അപ്പോൾ അത് പ്രത്യേക പദ്ധതികൾ ഉണ്ടാക്കണം തന്നെ ചിന്തിച്ചിട്ടുണ്ട്. മറ്റ് ആളുകൾ ഉന്നയിച്ച ഓരോ കാര്യത്തിലും അഡ്രസ്സ് ചെയ്ത് മറുപടി കൊടുത്താൽ നമ്മൾ പോണത്. ഇവിടെ വ്യക്തതയോടെ പറയാൻ കഴിയും, നഗരഹൃദയം എന്ന നിലയ്ക്ക് നമുക്ക് കാണുമ്പം ഈ ടൗൺ മാത്രമല്ല കോട്ടയം മണ്ഡലം, ഇതിൽ ജനങ്ങളേറെ താമസിക്കുന്നത് മറ്റു ഇടങ്ങളിലാണ്. അപ്പോൾ അവരെ കൂടെ കൂട്ടിച്ചേർക്കുന്നൊരു വികസന മാതൃകയായിരിക്കും നമ്മൾ കോട്ടയത്ത് ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ഇത് കാണുന്ന പ്രേക്ഷകരോട് ഇതിനപ്പുറം അനിലിന് വോട്ട് ചെയ്യണം എന്നതല്ലാതെ എന്താ പറയാനുള്ളത്? അതെ, ഇത് നമ്മൾ ഒരുമിച്ചൊരു ജീവിതമല്ലേ. ഞാനിവിടെ തന്നെ ഉണ്ട്, 48 കൊല്ലമായി. സഹകരണ അർബൻ ബാങ്കിൽ 12 കൊല്ലം ഇവിടെ ഇതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നു. CMS കോളേജിൽ പഠിച്ചു. പിന്നെ വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനത്തിൽ എവിടെയാണ്. ഞങ്ങളിപ്പോൾ ചെല്ലുമ്പോൾ കാണുന്ന കാര്യം, അനിൽകുമാർ നേരത്തെ വരണം എന്ന് പറയുന്ന ആളുകളെ ധാരാളം പേരെ കാണുന്നു. അതായത് ഞങ്ങൾ ഈ സമരം നടത്തി ചെല്ലുമ്പോൾ MD സ്കൂളിലൊക്കെ പഠിക്കുന്ന ഏറ്റവും കുട്ടികൾ അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത് ഫസ്റ്റ് പീരീഡ് തന്നെ സമരത്തിന് വരണം എന്നാവശ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പം ഈ സമൂഹത്തിലെ വലിയ പ്രമാണിമാരവർ, അവരെല്ലാം ജീവിതം വിജയിച്ചവരാണ്. അപ്പോൾ അവർ അവരുടെ കുടുംബത്തോടും മക്കളോടൊക്കെ പറയുന്നത്, ഈ അനിൽ ആരാന്നറിയോ, ഞാൻ 1-ാം പീരീഡിൽ തന്നെ വരണം എന്ന് ആവശ്യപ്പെടുന്ന ആളായിരുന്നു. എനിക്കിപ്പോൾ വരാനാണ് അവസരം തന്നത്. അത് അവസരം കിട്ടിയാൽ സന്തോഷം. അനിലുമായിട്ടുള്ള ഈ സംഭാഷണം സത്യത്തിലൊരു സൗഹൃദ സംഭാഷണമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ എത്രയോ പതിറ്റാണ്ടുകളായി എൻ്റെ സുഹൃത്താണ്, നിങ്ങളുടെ എല്ലാവരുടെയും സുഹൃത്താണ്. അനിൽ പറയുന്ന പോലെ ഇത്രയും പതിറ്റാണ്ടുകളായി നമ്മൾക്കൊപ്പമുള്ള ഒന്നിച്ചുള്ള ജീവിതമുള്ള ഒരാളാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾക്ക് അനിലിനെ കൂടുതൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് എനിക്ക് ഒരു ധാരണയുണ്ട്. ഇനി നിങ്ങൾ. നന്ദി.